അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? ഉമ്മൈ മറക്ക முடியாதையா, உம்மை பிரியவும் முடியாதையா, உம்மை மறக்க முடியாதையா, உம்மை பிரியவும் முடியாதையா. യേശുവേ 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 യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. യഹൂദിയ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരൊക്കെയോ അവഗണിക്കപ്പെട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എന്തിനു കൊള്ളാം എന്നൊക്കെ ചോദ്യം ചെയ്ത ചില വ്യക്തികൾക്കുള്ള ഒരു ദൂതാണിത്. അങ്ങനെ പറഞ്ഞ് എഴുതി തള്ളാനൊക്കെ വരട്ടെ. ഒരു ദേശത്തെ പറ്റി പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ദേശം കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു ദേശമാണ്. വേണ്ടാത്തൊരു ദേശമായിരുന്നു. ഒരു നന്മയുമില്ലാത്ത ദേശം. രാജാക്കന്മാർക്ക് പോലും വേണ്ടാത്തൊരു ദേശം. അങ്ങനെയുള്ളൊരു ദേശത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇന്നലകളുടെ ചില വിധികളെ ദൈവം തിരുത്താൻ പോവുകയാണ്. ഇന്നലകളിൽ പ്രയോജനപ്പെടാത്തതും ഇന്നലകളിൽ ഒന്നും ഇല്ലാത്തതുമായ ചില സ്ഥലങ്ങൾ, വ്യക്തികളെ ദൈവം അത്ഭുത വിഷയാക്കാൻ പോവുക. അതിനുവേണ്ടി പറയുകയാണ്, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ബേത്ലഹേമേ, നീ ഒട്ടും ചെറുതല്ല. നിന്റെ മനസ്സിൽ ചിന്തയുണ്ട്, ഞാൻ അവരെക്കാൾ ഒന്നുമല്ല, ഞാൻ അവരുടെ ഒപ്പമല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെയല്ല, നീ ഒട്ടും ചെറുതൊന്നുമല്ല. കാരണം നിന്നെ ഉയർത്താൻ ഞാൻ ചിലത് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവഗണിക്കപ്പെട്ടതിൽ നിന്ന് പ്രഭുക്കന്മാർ അല്ലെങ്കിൽ മേയ്പ്പാനുള്ള തലവൻ, ലീഡേഴ്സ് എഴുന്നേറ്റ് വരും. ഞാൻ ഈ വചനം പറയുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, ഇന്നലകളിൽ അവഗണിക്കപ്പെട്ട ചിലരെ പരിഗണിക്കുന്ന കാലത്തിലേക്ക് ദൈവം തിരിക്കാൻ പോവുകയാണ്. വല്ല നന്മയും വരുമോ എന്ന് ചിന്തിച്ച സ്ഥലത്ത് നന്മകളുടെ കൂമ്പാരം ഉണ്ടാകാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. ചിലത് നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരാൻ പോവുകയാണ്. അത്ഭുതകരമായ ചിലത് നിങ്ങളുടെ അകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. അതിശയകരമായ ചിലത് ദൈവം നിങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇന്നലത്തെ ഹിസ്റ്ററികൾ മാറ്റുന്ന നിലയിൽ ചിലത് ദൈവം ചെയ്യാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ട് പലയിടത്ത് നിന്നും റിജക്റ്റഡായ ചിലരെ കർത്താവ് കാണിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. വീട്ടിലെ വിരുന്നിന് പോലും വിളിക്കാത്ത ദാവീദിനെ ആ തലമുറയിൽ ഏറ്റവും ശക്തനായ ശൗമേൽ വന്ന് പറയാണ്, അവൻ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വിലയെ ഏറ്റവും അധികം ഉയർത്തിയതുപോലെ കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിനെ വിലയുള്ളതാക്കി തീർക്കുന്ന വിലയുള്ളത് ചിലത് നിങ്ങളിലേക്ക് ദൈവം തരാൻ പോവുകയാണ്. ബേത്ലഹേമിനെ മാറ്റിയത് അവിടുത്തെ സമ്പത്തോ ഒന്നുമല്ല. ബേത്ലഹേമിനെ മാറ്റിയത് അവിടെ ജനിക്കപ്പെട്ട യേശുവാണ്. നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നത് പണമോ പദവിയോ സ്ഥാനമാനങ്ങളൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ അകത്തുണ്ടാകുന്ന യേശുവാണ്.
യേശു നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തു വന്നാൽ അതിൻ്റെ അത്രയും വിലയുള്ള ലോകത്തിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭയങ്കര ആഗ്രഹം നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെന്ന്. ആമേൻ. യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം എനിക്ക് നൽകി. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാൾ നിങ്ങൾ വിലയുള്ളവരും മൂല്യമുള്ളവരുമായി മാറുന്നത് വിലയുള്ള മൂല്യമുള്ള സ്വർഗത്തെക്കാൾ വിലയുള്ള യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ്. യെസ്, അങ്ങനെ ചിലത് നിങ്ങളുടെ അകത്ത് നിന്ന് പുറത്തു വരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, ബേത്ലഹേമിനെ മാറ്റിയത് അവിടെ ജനിച്ച യേശുവാണെങ്കിൽ നിങ്ങളെ മാറ്റുന്നത് നിങ്ങളുടെ അകത്തുള്ള യേശുവാണ്. ബേത്ലഹേമിനെ എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം യേശുവാണെങ്കിൽ നിങ്ങളെയും ശ്രദ്ധിക്കാൻ കാരണം യേശുവായിരിക്കും. ചെറുതായ ആ ബേത്ലഹേമിനെ ലോകത്തിൽ ഇന്ന് എവിടെ പോയാലും അറിയാം. ബേത്ലഹേം എന്ന അന്നത്തെ ആ രാജ്യത്തിലെ വേറെ ഏത് സ്ഥലത്തിൻ്റെ പേരറിയുന്നതിനെക്കാട്ടിലും നമുക്കറിയാം ബേത്ലഹേം. ആ പേരിനെ ലോകത്തിലുള്ള സകല ഭാഷക്കാരും തിരിച്ചറിയുന്ന നിലയിൽ ദൈവം ഓണർ ചെയ്തു. കർത്താവിനോട് പറയുന്നു, അതുപോലെ അവഗണിക്കപ്പെട്ട ചിലരെ ദൈവം ഓണർ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിച്ചാട്ടെ. ഒരാളെ മാത്രം ജീവിതത്തിലേക്ക് സ്വീകരിക്കണം, അത് യേശുവിനെയാണ്. ആ യേശുവിനെ കൈക്കൊള്ളുവാൻ ഇനി നിങ്ങൾ താമസിക്കരുത്. യേശുവാണ് നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി മാറ്റുന്നത്. കാരണം അവനാണ് സ്വർഗത്തിലെ സമ്പത്ത്, അവനാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, അവനാണ് ദൈവത്തിൻ്റെ നിധി, അവനാണ് ദൈവത്തിൻ്റെ പ്രതിഫലം, അവനാണ് ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റ്, ദാനം. ആ യേശുവിനെ സ്വീകരിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ വില മാറും, നിങ്ങളുടെ നില മാറും, നിങ്ങളുടെ ഇന്നലകളുടെ ചരിത്രങ്ങൾ മാറും. ഒരു ചരിത്രത്തെ മാറ്റുന്ന അത്ഭുതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. ആരിലൂടെ? യേശുവിലൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, തള്ളപ്പെട്ടവരും ഒറ്റപ്പെടുത്തിയവരും കർത്താവ് അവഗണിക്കപ്പെട്ടവരുമായ ഈ വ്യക്തികളെ അങ്ങ് ഏറ്റവും മൂല്യമുള്ളതാക്കി കാണുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അവരിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ളത്, സമൂഹത്തിന് നന്മയായിട്ടുള്ളത് യേശുവെ അങ്ങ് പുറത്തെടുക്കാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അത് യേശുവെ അങ്ങിലൂടെയാണല്ലോ കർത്താവെ. ഇവരുടെ ഹൃദയങ്ങളിൽ യേശുവെ അങ്ങ് വളരണമേ കർത്താവെ. യേശുവെ കർത്താവെ, അങ്ങിലൂടെ ലഭിക്കുന്ന കർത്താവ് നല്ല കാര്യങ്ങൾ, ഉയർച്ചകളെല്ലാം ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഉന്നതകരമായ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഒരു പേരില്ല പെരുമയില്ല എന്ന് പറഞ്ഞ് അവഗണിച്ച് മാറ്റി നിർത്തിയവരെ ദാവീദിനെ പോലെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന സീസണായിരിക്കാൻ സ്തോത്രം ചെയ്യും. മുന്നിൽ നിൽക്കുന്ന പലരുടെയും മുന്നിൽ കയറാൻ പിന്നിൽ നിന്ന് ആമേൻ ഇവരെ നീ മുൻപോട്ട് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദേശത്ത് അവർ ഉയരട്ടെ, കുടുംബത്തിൽ അവർ ഉയരട്ടെ, അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവർ ഉയരട്ടെ, അവരുടെ ചർച്ചിൽ അവരായിരിക്കുന്ന ദേശത്ത് അവർ ഉയർച്ച പ്രാപിക്കട്ടെ. അവരുടെ ജീവിതത്തിലുള്ള ഇന്നലകളുടെ പല നെഗറ്റീവുകളും മറക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സമൃദ്ധിയെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടിട്ട് ഇന്ന് ജോലിയിലേക്കും ബിസിനസ്സിലേക്കും വാഹനം ഓടിക്കുവാനൊക്കെ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ഇന്നലത്തെക്കാൾ ഏറ്റവും ബ്ലെസ്ഡ് ആയൊരു ദിവസമാക്കി തീർക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കഥ കൂടെയുണ്ട്. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.